സമ്മതിച്ചു. എനിക്ക് തെറ്റായിട്ട് തോന്നി എന്തിനാണോ അത് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ഇവളോക്കെ സമ്മതിക്കൂല. ഉള്ളതാണ് ഞാൻ സൈഡിൽ ഇരുന്ന് തടിക്കുവാണ്. അരഞ്ഞ കാര്യം നേടുന്നവളാണ് ഗായ്സ്. ഹലോ വിളിക്കണ അസ്സലാമലൈക്കും. ഇന്ന് എന്തിനു വന്നേന്ന് പറ. ഇന്ന് എനിക്കറിഞ്ഞൂടാ സ്ഥലമില്ല ഗൈസ്. നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്? കൈ മാറ്റുമോ? നമ്മള് 3 പേരെയും തല ഇതിനകത്ത് കൊള്ളണ്ടേ, അപ്പൊ അതുകൊണ്ട് പറ്റുന്നില്ല ഗൈസ്. എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി അടി കൂടരുത്. ഡീസന്റ്. ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഗൈസ്, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബുദ്ധിനസ് ഇട്ടതാണ് ഗൈസ്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്ത് പിള്ളേരാണിത് ഇങ്ങനെയൊക്കെ സംസാരിക്കാം. പറയാം ഓക്കെ. മിണ്ടായി. അപ്പൊ നമ്മൾ കടലക്കറി ചിരിച്ചു അളിഞ്ഞ് പുഴുക്കുന്നു. നമ്മുടെ ക്യാമറാമാൻ ആയ ആമിന സ്വന്തമായ നമ്മള് 3 പേരും എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ആ ഗൈസ്, നമ്മള് തണ്ണിമത്ത് തിന്നുകൊണ്ട് ഇനി കഴിക്കാം. തണ്ണിമത്ത് തിന്നോണ്ട് ഇനി കഴിക്കാന്ന് പറയാം. ഇവിടെയാണോ നോക്കുന്നത്? ഇവിടെയാണോ നോക്കുന്നത്? എവിടെ നോക്കും? നല്ല മധുരമുണ്ട്. തണ്ണിമത്തിന് ഇരിയടി. നമ്മളിത് എന്താണ് നമ്മള് 3 പേര് എങ്ങനെയാണ് കണ്ടുമുട്ടിയത് അതാണ് ഇന്ന് പറയാൻ പോണത്. അത് ഫസ്റ്റ് ഞാനും അവളും കസിൻസ് ആണ്. ഇവളല്ല, ഞാൻ വലിഞ്ഞേറി വന്നതാണ്. അപ്പം ഞാൻ KT-CT വരാനുള്ള കാരണം, CHMമ്മിൽ വരാനുള്ള കാരണം ഞാൻ പറയാം. നീ വരാനുള്ള നീ പറയണം, കേട്ടില്ലേ? ഞാൻ വരാനുള്ള കാരണം ഗൈസ്, MBA പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട്, വേറെ കോളേജൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ വന്നു. നീ വീട്ടുകാർ സമ്മതിക്കാത്തോണ്ട് അടുത്ത് വന്നു. നീ പറ, നിങ്ങൾ പറ. ഞാൻ വന്ന എന്തിനെന്നറിയാവോ? ഇവള് വന്നോണ്ടാണ് ഞാനും വന്നത്. നീ എന്തിനു വന്ന? MSCക്ക് അഡ്മിഷൻ കാര്യമായിട്ടത്തെ ഒരു കോളേജില് അഡ്മിഷന് വേണ്ടി എൻട്രൻസ് എഴുതിയപ്പോ തോറ്റുപോയി. പിന്നെ MBA ശരണം. അങ്ങനെയാണ് നമ്മൾ വന്നത്. ഇവള് കസിനായ കൊച്ചു പാത്തുമാരോടെയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോഴാണ് ഞാൻ ഇവളെ കാണുന്നത്. ആദ്യം നമ്മൾ വിചാരിച്ച ഭയങ്കര ജാടയാണ്, സംസാരിക്കുന്നത് ഭയങ്കര അഹങ്കാരം. ഒരു റോസ് കളർ പാന്റ്. ആ പാന്റ് ഇട്ട് ഇവളെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഭയങ്കര അഹങ്കാരിയായിരിക്കും, നമ്മൾ മിണ്ടത്തൊന്നും ഇല്ലെന്നോ. മറ്റേ ഇല്ല പെണ്ണുങ്ങളുണ്ടല്ലേ ഭയങ്കര അഹങ്കാരവും ജാടയൊക്കെ ഉള്ള പെണ്ണുങ്ങള്. വിളിച്ചു പോയി. ഇതാണ് ഞാൻ കിട്ടാത്തന്ന് പറയരുത്. ഇല്ല, അവളെ കണ്ടപ്പം ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞ അഹങ്കാരം എഴുതുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് പോയ സമയത്തെന്ന് വെച്ചാല് നമ്മളൊരു ഹാളില് സെമിനാർ ഹാളില് ഓറിയന്റേഷൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് MBA സ്റ്റാർട്ടിങ് കൊണ്ടിരിക്കുന്നത്. ഒരു 2 weeks MBAക്ക് ഓറിയന്റേഷൻ ക്ലാസ് ആണ്. ഇവള് കൊച്ചു പാത്തുമ്മയുടെ കൂടെയാണ് ഇരുന്നത്. അന്ന് ഫർസായും സഫായും വന്നിട്ടില്ല. ഇവള് ഫസ്റ്റ് കോളേജിൽ കേറി വന്ന സമയത്ത് നമ്മൾ 2 പേരെയാണ് കണ്ടത്. ഇവളന്ന് കാണാൻ വകയ്ക്ക് കൊള്ളൂലായിരുന്നു. ഇപ്പോഴാണ് സുന്ദരിയായത്. അന്ന് കറക്റ്റ് ഇല്ല, തള്ള വൈബ്. മാറ്റമൊന്നുമില്ല. സൽമാക്ക് എന്നെ അറിയായിരുന്നു, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അന്ന് ഞാൻ എന്ത് പറയാൻ, സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യൂലായിരുന്നു, ലിപ്സ്റ്റിക് ഇടൂലായിരുന്നു. ഇവളെ കണ്ടതിന് ശേഷമാണ് ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ തുടങ്ങിയത്. സൺസ്ക്രീൻ ഒക്കെ ഞാനാണ് ഗൈസ് പറഞ്ഞു കൊടുത്തത്. ചോദിച്ചു നോക്ക്, സൺസ്ക്രീനിന്റെ കാര്യമൊക്കെ ഞാനാണ് പറഞ്ഞു കൊടുത്ത. പിന്നെ നമ്മള് കുറെ നാള് കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മാറിയത്. ഇവള് ഇത്രയൊന്നും ഇല്ലായിരുന്നു ഗൈസ്, ഒത്ത എളുപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പം
ഗൈസ് അന്ന് എന്തിനായിരുന്നു എന്നായിരുന്നു അന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസമേ നമ്മൾ അന്ന് ആദ്യമായിട്ട് കണ്ട ദിവസം ഓക്കെ അല്ലേ പറയാം. സത്യം പറഞ്ഞാൽ നമ്മള് 3 പേര് ഈ ഫ്രെയിമിൽ കൊള്ളുന്നില്ല. ഇപ്പൊ ശരി. അപ്പൊ നമ്മൾ അന്ന് ആദ്യമായിട്ട് കണ്ട ദിവസം ആദ്യമായിട്ട് കണ്ട ദിവസം ഒന്ന് സഖി എന്തിനാ പിണക്കമ്മനോട് എന്തിനാ അല്ല പണ്ടേ കഴിവ് വേദന എന്നെ തെറ്റിരിട്ട് വാക്കിലാക്കി ഞാൻ ഒറ്റയ്ക്ക് പറയാതായിരിക്കും ഏറ്റവും നല്ലത്. ഗൈസ് സോറി. പൊന്ന് സഖി കാര്യത്തിലോട്ട് പോവാം. വാ ഇങ്ങോട്ട് വാ. അന്ന് ഇവിടെ മൈൻഡ് ചെയ്യണ എന്തിനീ? ശരി നീ പോവാം അവളാ. അന്ന് ഇവള് കൊച്ചു പാത്തുമാരോടെ ഇരിക്കായിരുന്നു. എന്നിട്ട് നമ്മളെ രണ്ടിനും വിളിച്ചു ഗൈസ്. അപ്പം ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞ് വേണ്ട പോവണ്ട നമ്മള് ഭയങ്കര ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്കും കൊച്ചു പാത്തുമ്മ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇവളുമാര് ഭയങ്കര വൈബായിട്ട് എനിക്ക് തോന്നി. വൈബല്ല എനിക്ക് തോന്നി. അപ്പൊ ഇവിടെ ഒരു പാവമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം ഞാൻ പറയുന്നേക്ക് ഒത്തിരി അങ്ങനെ ഒത്തിരി സോറി അങ്ങനെ ഞാൻ പറഞ്ഞ് എടി നിങ്ങൾ ഇവിടെ വായിരി. അപ്പോഴാണ് അപ്പൊ ഇവിടെ എണീക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഒരു സത്യം ഞാൻ പറയട്ടെ, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ പറയും വേണ്ട പോണ്ട. അപ്പൊ നമുക്ക് ഒരാള് അതായത് മൂട്ടുന്നത് നമുക്ക് കാണുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇവള് പോണ്ടാന്ന് മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഇവളൊരു കള്ളിയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കി. ഞാൻ അങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു ഒരു ഫാത്തിമ എന്ന് പറയുന്ന ഒരുത്തിയുണ്ട് ഡോക്ടർ കേക്ക് മാ. അവളെ ഇൻസ്റ്റ ഐഡിയ അതായിരുന്നു ഡോക്ടർ കേക്ക് മാ. ഡോക്ടർ കേക്ക് മാ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തോന്നുന്നു എന്റെ പേര് മാത്രമേ ഞാൻ അറിയപ്പെടാറുള്ളൂ. അവളൊന്ന് ചോദിക്കേണ്ട ഇൻസ്റ്റ പേര് എന്തോന്നു _കുത്ത് സാദിഖ് കുത്ത്. അന്നെന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ എന്തിനാണ് ഈ അറിയാത്തവരോടെയൊന്നും മിണ്ടാനൊന്നും വലിയ താല്പര്യം. ജാടക്കാരിയായിരുന്നു അന്ന് വിള കണ്ടിട്ട് ജാട പോലെ നമുക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പിന്നെ ഇവളെ മൈൻഡ് ചെയ്യാതിരുന്ന. പക്ഷെ പിന്നെ നിവൃത്തിയില്ലാതെ അവള് വാ എന്ന് വിളിച്ചോണ്ടിരുന്നപ്പോ കഷ്ടകാലത്തിന് പിന്നെ എണീറ്റ് പോവേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അവളടുത്ത് പോയിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മള് എന്റെ അടുത്ത് വന്നിരുന്നു. ഒന്നും വന്നിരുന്നില്ല. പിറ്റന്നാണ് ഇരുന്നത്. അന്നിരുന്നില്ല. അനിൽ ഗോപൻ സാറിന്റെ ക്ലാസ് വെച്ചാണ് ഞാൻ വിളിച്ചത്. ഇല്ല ഞാൻ സമ്മതിക്കൂല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് എപ്പോഴും ഞാൻ പോണി ടൈലിട്ടുണ്ടോ നീ അന്ന് പാവാട ഉടുപ്പായിരുന്നു. ഞാനൊന്ന് പറയട്ടെ. അപ്പൊ ഗൈസ് അന്നാണെങ്കിൽ ഇവള് വിളിച്ചപ്പോഴത്തേക്കും ഇവള് മൈൻഡ് ചെയ്തില്ല. ഇവള് മൈൻഡ് ചെയ്തില്ല. നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്ന്. പിന്നെ ഇവള് ചുമ്മാ കിടന്ന് വിളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും വാ പോവാന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചിട്ട് പിന്നെ അവളെ അടുത്ത് പോയി ഇരുന്ന്. അന്ന് വലിയ മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു. വലുതായിട്ട് സംസാരിച്ചില്ലായിരുന്നു. പിറ്റേ ദിവസം വന്ന് ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ തന്നെ അപ്പൊ വരും. അപ്പൊ ഗായ്സ് അന്ന് പിന്നെ വലിയ മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഒരു 2 മുടിയും കെട്ടി ഇവള് വരുമായിരുന്നു. 2 സൈഡും കെട്ടിക്കൊണ്ട് വരുമായിരുന്നു. കെട്ടിക്കൊണ്ട് ഇവള് വരുമായിരുന്നു. എന്നിട്ട് പിന്നെ ഇവർ രണ്ടുപേരും കൂട്ട്. പിന്നെ നമുക്ക് ഫർസാനെയും സഫാനെയും കിട്ടി. എന്നിട്ട് ഞാൻ കളക്ഷൻ എടുക്കാൻ പോകത്തില്ല. ഞാൻ പോകത്തില്ല. പിന്നെ അവിടെ ഫുള്ള് കറങ്ങി നടന്നത്. അല്ലാതെ വയ്യാത്തൊന്നുണ്ടല്ലേ ഇരുന്ന സ്ഥലം. സഫായാണെങ്കിൽ വെച്ചെടുത്ത് ഉറങ്ങും. അതേപോലെ അവളെ വെച്ചെടുത്തുനിന്ന് കുണ്ടണിയും കെട്ടിട്ടുണ്ട്. ഫർസാണ് ആദ്യം എന്നോട് വന്നോണ്ടിരുന്നത്. ഫർസാണ് ആദ്യം എന്നോട് വന്നോണ്ടിരുന്നത്. ഫർസ എല്ലാ സ്ഥലത്തും വരും. പിന്നെ അവളെ തള്ളിയിട്ട് അവളെ
അവള് പിന്നെ വരാതെയായി. അല്ല അവൾ ഒതുങ്ങിയെന്നു Guys, പിന്നെ കുറച്ച് നാള് ഇല്ല കഴിഞ്ഞപ്പോ അല്ലല്ല ഫർസാണ് എന്റെ കൂടെ വന്നോണ്ടിരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫർസാണ് എവിടെ വേണമെങ്കിലും അവൾ എന്റെ കൂടെ വരുമായിരുന്നു. പിന്നെ അവള് വരാതായിരുന്നപ്പോ പിന്നെ ഇവളായിരുന്നു. പിന്നെ എല്ലാ സ്ഥലത്തും ആറ്റം വെച്ചോളയും കൊണ്ടാണ് ഞാൻ പോണത്. ഇവിടെ കൊണ്ടാണ് പോണം. പിന്നെ കൊറേ നാൾ കഴിഞ്ഞപ്പോ ഷെഫീക്കിനെ കിട്ടി. അതായിരുന്നു എന്റെ എന്റെ ഏറ്റവും വലിയ ഹാർട്ട് ബ്രേക്ക്. അതായിരുന്നു ഷെഫീക്കിനെ കിട്ടിയെന്ന് വെച്ചാൽ അവരെ കല്യാണം ഉറപ്പിച്ച് കഴിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ കല്യാണം ഉറപ്പിച്ച് ഷെഫീഖിന്റെ ഇനി ആരെന്റെ കൂടെ വരും. അതിനുശേഷം ഇതുവരെക്കും എന്റെ മാവ് മാത്രം അവളെ മാവ് പൂത്തപ്പോ അവള് വെച്ച് അല്ല അവളെ മാവ് പൂത്തപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഉടനെ എന്റെ മാവ് പൂക്കുമായിരിക്കും. ഷെഫീഖ് ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? ഒരു വർഷം അല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നിക്കാഹ് ഒരു വർഷം കഴിഞ്ഞു. എന്നിട്ട് മാവ് പൂക്കും വിഷമിക്കാതെ പൂക്കണ്ട് ചുമ്മാ തമാശ പറയില്ലേ? ആമീൻ കൂടുന്ന സമയം നീ എത്ര തമാശ പറഞ്ഞിട്ട് വേണ്ട. അവള് പിന്നെ നല്ല എല്ലാരും കളിയാക്കും ഗൈസ്. ഇവര് മാത്രമല്ല എല്ലാരും. അപ്പൊ നീ കളിയാക്കണത് പൊക്കം കുറഞ്ഞു എന്ന് പറഞ്ഞത് ഇവള് വിചാരിച്ചു ഇവളൊരു അമിതാഭ് ബച്ചയാണ്. ഇവർക്ക് പൊക്കമില്ല. 60 എനിക്ക് 164 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ? വിചാരം കിട്ടാത്തൊന്നും 200 ഉണ്ടെന്ന്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം ആണ് ഫർസാനെയും സഫാനെയും കിട്ടിയത്. പൊട്ടിയാ പോട്ടെ പോട്ടെ നമുക്ക് പറയാം. അങ്ങനെ പിന്നെ നമ്മള് 5 പേരായി കൂട്ട്. അങ്ങനെ 5 പേര് അവര് വീഡിയോ എടുക്കാനൊന്നും വരത്തില്ല. അവര് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴായിരുന്നു നമ്മളെ യൂട്യൂബ് ഒക്കെ തുടങ്ങിയത്? ഫാത്തിമ ആദ്യം മീശോര് മറ്റേ ചെരുപ്പിട്ടിട്ട് ഞാൻ മീശോന്ന് 2 ചെരുപ്പ് വാങ്ങി. എന്റെ വാപ്പയുടെ കമ്പനിയാ. വാപ്പയുടെ കമ്പനിയാണെന്ന് വാപ്പക്ക് ചെരുപ്പിരിക്കട്ട്. അപ്പം എന്തോന്നായിരുന്നു ബാക്കി? പിന്നെ നമ്മൾ എന്ത് റെഡി? പിന്നെ നമ്മള് എങ്ങനെയായിരുന്നു റീൽസ് ഇങ്ങനെ പയ്യെ ചെയ്ത് തുടങ്ങാൻ. അവള് അല്ലെങ്കിൽ ഇനി എന്തുവായിരുന്നു പറയാനുള്ള? അങ്ങനെ അങ്ങനെ നമ്മള് ഫസ്റ്റ് നമ്മള് എന്തോ റീൽ അങ്ങനെ ഓൺ വോയിസ് എടുത്തിട്ടില്ല. മറ്റേ രീതിയില് ഡയലോഗ് നമ്മളിങ്ങനെ ബംഗാളി റീല് മറ്റേ ഫോട്ടോ ഈ ഇത് കാണുന്നില്ല. പാട്ട് മാത്രം ഇടുന്ന പാട്ടൊക്കെ മാത്രം ഇടുന്ന റീലുണ്ടല്ലേ ഗൈസ്, അത് മാത്രമാണ് നമ്മൾ ഇട്ടോണ്ടിരുന്നത്. പിന്നെ നമ്മള് ഫസ്റ്റ് ഇയറിലൊന്നും നമ്മള് വലിയ കമ്പനി ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. എന്തിനാണ് ഒരു ജസ്റ്റ് ഇങ്ങനെ നമ്മൾ 10 എത്രയോ പേരുണ്ടായിരുന്നു. പിന്നെ കൊഴിഞ്ഞ് 5 പേരായി. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് അങ്ങനെ വീഡിയോ എടുത്തെടുത്ത് ആദ്യം എടുത്തെടുത്ത് പിന്നെ കുശലം പറയാനാണെങ്കിൽ അങ്ങോട്ട് മാറിപ്പോയിരുന്നു പറയുമോ? അപ്പൊ ഗൈസ് നമ്മളെ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ മിസ്റ്റർ സൽമാൻ ഷാക്കിർ ഡയറക്ടർ മെയിൻ ആളാണ്. നമുക്ക് സ്ക്രിപ്റ്റ് എനിക്ക് കഴിവേറെയുണ്ട്. നമ്മളെ ഈ ക്യാമറാമാൻ പ്ലസ് നമ്മള് എല്ലാം പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ വിചാരിക്കും വീഡിയോ എടുക്കുമ്പോ ഇതേപോലെ എനിക്ക് ഭയങ്കര സ്നേഹമൊന്നും. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ അടി കൂടാറുണ്ട്, വഴക്ക് കൂടാറുണ്ട്, സ്നേഹിക്കാറുണ്ട്. ഇവള് കുറെ നാളിന് ശേഷമാണ് ഗൈസ് ഇപ്പൊ വന്നത്. ഇത്രയും നാളും അവർക്ക് റെസ്റ്റ് ആയിരുന്നു.
some health issues. Some health issues. അത് കാരണം അവള് റെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ഇത്രയും നാൾ നമ്മൾ രണ്ടുപേരും കൂടെ ആയിരുന്നു. അവളെ കളഞ്ഞ് ഇപ്പൊ നമ്മൾ മൂന്നുപേരും വീണ്ടും വന്ന് ചോദിച്ചു എന്നെയും കൂടെ എടുക്കോ, പിന്നെ നമ്മളെങ്ങനെ ഓക്കെ പിന്നെ വന്നിട്ട് പിന്നെ കൊണ്ട് പറ്റുന്നതല്ല അവനെ പിന്നെ ഇങ്ങനെ ഇതാണ് നമ്മള് വീഡിയോ എടുക്കുമ്പോ എപ്പോഴും നടക്കുന്ന കാര്യം. ഇതാണ് ഒരാള് പിണങ്ങും, ഒരാൾ കരയും. നമ്മൾ കൊറേ സമയം എടുത്താണ് വീഡിയോ നമ്മൾ ഇന്നൊരു വീഡിയോ എടുത്തത് എത്ര നേരം തുടങ്ങിയിട്ട് 3 മണിക്ക് സത്യം പിന്നെ ഇന്ന് 2 വീഡിയോ ആണ് എടുത്തത്. ഇതും കൂടെ കൂട്ടി 3ാമത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. പിന്നെ അത് തീർന്നില്ല, രണ്ടാമത്തെ വീഡിയോ എടുത്തിട്ടേ ഉണ്ട്. അതുകൊണ്ട് 4 മണിയായി. നമ്മളെ ആമിനാണ് നമുക്ക് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി തരട്ടോ നമ്മള് ഡയറ്റ്, നമ്മളല്ല ഞാൻ ഇവളും ഡയറ്റ് ആയതുകൊണ്ടാണ് അവള് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തരാത്തത്. ഇവള് കുറെ ചക്ക വറുത്തൊക്കെ തിന്ന് അവളെ വീട്ടിൽ ഒരു കിലോ പഴം നമ്മള് തീർത്ത്. പിന്നെ ഈ പ്ലേറ്റ് നിറയെ നിങ്ങൾ കണ്ടതാണ്, ഈ പ്ലേറ്റ് നിറയെ തണ്ണിമത്തൻ ഞാൻ ഇവള് തിന്ന് മറിയമ്മ വിളിക്കുന്നു. പിന്നെ എന്തോ കൊണ്ടുവന്നല്ല കരയില്ല, വേണ്ട മറിയമ്മ കരയുന്നു, അതുകൊണ്ട് വേണ്ട. പിന്നെ നമ്മള് ഗൈസ് പിന്നെ എന്തിനാണ് പറയാനുള്ള, അപ്പൊ ഗൈസ് നമ്മള് ഇത് ഇങ്ങനെ തന്നെ നമ്മള് പോണോന്നാണ് നമ്മളെ ആഗ്രഹം. ഞാൻ, പിങ്കി, ഫാത്തിമ, സഫ. ഗൈസ് അവർ രണ്ടും ഇതിന് വരുന്നില്ലെന്നേ ഉള്ളൂ. അവർ നമ്മളെ നമ്മളാ, പക്ഷേ അവര് ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഗൈസ്. അതുകൊണ്ട് അവര് വരത്തില്ല. അപ്പാണെങ്കിൽ പോടി എടുത്തോണ്ട് ഞാനൊന്നും ഇല്ല. നീ എങ്ങനെയാ കൂടെ എടുക്കോ? നീ എങ്ങനെ പിന്നെ ഞാനുണ്ട് ഫാത്തിമ എടി എന്നെയും കൂടി ആയിട്ട് അത് എടി ആരെടി ഇങ്ങനെ വെക്കുന്ന? നീയും വെക്കും, ഞാൻ ഇപ്പോഴും വെക്കാറില്ല. ഇനി ബാക്കി കഥയെന്ന് പറയുന്ന നമ്മളടുത്ത് വേറൊരു അതിഥിയും കൂടെ ഉണ്ട്, നമ്മളെ അർഹം. അപ്പൊ ഗൈസ് നമ്മൾ ഒരുപാട് അടിയൊക്കെ കൂടിയിട്ടുണ്ട്. ഇവള് ഭയങ്കര കേന്ദ്രിയാണ് ഗൈസ്. എനിക്ക് കേന്ദ്രമുണ്ട്. ഓക്കെ, ചെറിയ കാര്യത്തിനൊക്കെ ഞാൻ കേന്ദ്രയാവും. അതുപോലെ ചെറിയ കാര്യത്തിന് ഞാൻ കരയും, ചിരിക്കും, എല്ലാം നേതാവും. പക്ഷെ പെട്ടെന്ന് തന്നെ തീരും. ഇപ്പൊ ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളെ തെറ്റി ഇങ്ങോട്ട് ചെയ്താലും ഞാൻ അങ്ങോട്ട് പോയി സോറി പറയും. ഞാൻ ഒന്ന് അങ്ങോട്ട് സോറി പറയും. മുഹമ്മദ് നബി വരെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവളടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ സോറി ചോദിക്കും. അപ്പൊ തന്നെ ചിലപ്പോഴാണെങ്കിൽ ചിലതൊന്നും സമ്മതിച്ചു തരാതൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഓടിയോ അത് തന്നെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ എന്തിനാണെന്ന് പറഞ്ഞൂടാ. പക്ഷെ ഞാൻ സമ്മതിച്ചു. നമ്മൾ അങ്ങനെ ഒന്നുമില്ല. ഞാൻ സമ്മതിച്ചു. എനിക്ക് തെറ്റായിട്ട് തോന്നുന്നത് എന്തിനാണോ അത് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ഇവളോക്കെ സമ്മതിക്കൂല. അല്ല നീ അങ്ങനെ പറഞ്ഞില്ല. അല്ലെങ്കിൽ പോലെ അല്ല ഗൈസ്. നീ അന്ന് എന്റെ അടുത്ത് എന്തൊരു പറഞ്ഞത്? എന്തോ പറഞ്ഞത്? നീ അന്ന് ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഒരുമാതിരി എന്റെ അടുത്ത് സംസാരിച്ചാ? എന്തൊരു സംസാരിച്ചു? സംസാരിച്ചു. നിനക്ക് പറയാൻ പറ്റുമോ? നീ അന്ന് നല്ല എന്റെ അടുത്ത് നല്ല റൂഡായിട്ടാണ്. എനിക്ക് നല്ല വിഷമമായി. റിലേഷൻഷിപ്പിന്റെ കേസ് വെച്ചിട്ട് നീ ഒരുമാതിരി സംസാരിച്ചായിരുന്നു. അപ്പം നീ അന്ന് സംസാരിച്ച് ഫാത്തിമ. ഇപ്പം ഇവരുടെ എനിക്ക് പറയാൻ വയ്യ. എനിക്ക് ഇവരുടെ പിങ്കിയുടെ മനസ്സ് തുറന്നപ്പോൾ ഇതൊക്കെ ആക്ടിങ് ആണ്. ഇവരെമാർ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെ കണ്ടാ. ഇപ്പൊ മനസ്സിലായ എല്ലാവർക്കും. എന്നെ വെച്ച് എന്നെ വിറ്റാണ് ജീവിക്കുന്നവര്. ഗൈസ് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പറഞ്ഞാണെങ്കിൽ ഞാൻ സോറി പറയും. ഇവക്ക് ദേഷ്യം വന്നാണെങ്കിൽ അവക്ക് ദേഷ്യം വന്നാണെങ്കിലും നമ്മൾ ആ സ്പോട്ടിൽ തിരിച്ചെല്ലാം പറയും. ഗൈസ് അത്രേ ഉള്ളൂ. നമ്മള് ജസ്റ്റ് ആ ഒരു രീതിയിൽ അങ്ങ് എടുക്കും. അപ്പോഴത്തതാണ് കളയും.
പിന്നെ നമ്മള് ഞാൻ ഇവളുമാണ് ഏറ്റവും കൂടുതൽ അടി കൂടിയിട്ടുള്ളത്. കൊച്ചിലത്തെ കാര്യമൊന്നും പറയാം. ഞാൻ വന്നതിന് ശേഷമുള്ള കാര്യം. കൊച്ചില് നമ്മൾ എന്തോന്നോ സംസാരിച്ചെങ്കിൽ അടി കൂടി. ഇപ്പോള് ഞാന്റെ കൈ കൊണ്ട് എന്റെ നെഞ്ചാക്കുട്ടിനൊരു അടി അടിച്ചിട്ട് എന്തോ എനിക്ക് ഇഷ്ടപ്പെടാതെ പറഞ്ഞു. ഞാൻ സ്വർഗം കണ്ട്. അപ്പൊ നരകം അടുത്തായിരുന്നു. അല്ല നരകം എന്റെ പാസ് ചെയ്തിട്ടാണ് ഈ സ്വർഗത്തിലോട്ട് പോയത്. ഗൈസ് അപ്പം എനിക്ക് എന്തോ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര കുഴപ്പമായത്. കൊച്ചിലെ ഇവള് ഭയങ്കര ആർക്കാണ് കുഴപ്പമെന്ന് ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, പാവമാണ്. ആരും ബാങ്കിൽ 50 രൂപ ജീപ്പ് ഇറങ്ങൂടാ. അല്ല എന്റെ ഉമ്മച്ചി തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ നമ്മളെപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ലൈഫ് ലോങ് ഇങ്ങനെ പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. ശിവക്ക് ആഗ്രഹമില്ലാതെ നമ്മൾ കൂട്ടുവായിരുന്നത്. എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഞാനൊരു മാപ്പിള ഞാൻ ഇപ്പൊ പോവില്ല. വേണ്ട, മാപ്പിള കിട്ടുന്നവരെ പെർമനന്റ് പിന്നല്ലാതെ ടെമ്പററിയാണ്. വെട്ടടിവള എന്തൊരു വെട്ടാന്തോ ഇറച്ചിയാ ഞാൻ. മാപ്പിള എനിക്കൊരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അതിനുമ്പ് നിന്നെ നമ്മൾ വെട്ടും. വെട്ടിക്കോ വെട്ടിക്കോ. വെളുമാരല്ലേലും വെട്ടും. അയ്യോ ഞാൻ കാണാറുണ്ട്. രണ്ട് മാപ്പിളമാര് വന്നപ്പോഴത്തേക്കും ടൂറിനങ്ങ് പോയി. ഞാൻ രാത്രി വിളിക്കും, എന്നാലും എടുക്കത്തൊന്നുമില്ല. സൽമ എടുക്കും, സൽമ കോൾ എടുക്കും. ഇവൾ എടുക്കത്തില്ല, ഫോൺ എടുക്കത്തില്ല. പിന്നെ ഓക്കെ അവൾ ഓക്കെയാണ്. പക്ഷെ ഇവള് നിങ്ങളെ യൂട്യൂബർ വിളിച്ചിട്ട് പറയും രാജാടെ കയ്യിലായിരുന്നടി പിങ്കി, രാജാടെ കയ്യിലായിരുന്നു. ചുമ്മാ ഭർത്താവിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഭർത്താവിനെ വന്നാൽ ഇവര് രണ്ടൊരു ഭർത്താവന്മാരെ കിട്ടിയാ എന്നെ വേണ്ട. ഇതൊക്കെ കാണണം, കല്യാണം കഴിക്കുമ്പോ ഇതൊക്കെ കാണണം. ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്, നോട്ട് റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെയല്ല, റിലേഷൻഷിപ്പ് ഉണ്ടായാൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷേ റിലേഷൻഷിപ്പ് അത്, ഫ്രണ്ട്ഷിപ്പ് വേറെ. കമന്റ് ബിലോ. ഓക്കെ ഗൈസ്, അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.